ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന പൊട്ടറ്റോ വെഡ്ജസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങിനെ ആദ്യം നമുക്ക് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യാം. അതിന് ശേഷം ഒരു 4 പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ഒരു ഉരുളക്കിഴങ്ങിൽ നിന്ന് തന്നെ നമുക്ക് 8 പീസ് കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ചെയ്യുന്ന പോലെ നേർത്തതായിട്ടല്ല, കുറച്ച് കട്ടിയിൽ വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതേപോലെ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി ഇരിക്കുന്ന ഉരുളക്കിഴങ്ങും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പച്ചവെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം, ഈ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തെങ്ങൊക്കെ കുറച്ച് പച്ചവെള്ളം ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ അതവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുക്കായിട്ടുണ്ടോയെന്ന്. അപ്പോൾ എന്താ ഒരെണ്ണം ഞാനെടുത്തൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒടിച്ച് നോക്കുമ്പോൾ ഇതങ്ങോട്ട് വരണം, ഇതേപോലെ കിട്ടണം നമുക്ക്. അപ്പോൾ അത് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കണത്. ഇനി 1 ടീസ്പൂൺ ചതച്ച ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നല്ല സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടിയും കൂടി ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ. ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ അതൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 3 മണിക്കൂറോളം നമുക്ക് ഫ്രീസറിൽ നന്നായിട്ട് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ തന്നെ വറുത്തെടുക്കാം, പക്ഷേ നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഫ്രീസറിൽ നിന്ന് പൊട്ടറ്റോ വെഡ്ജസൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെഡ്ജസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഒരു 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടിത് കിട്ടും. അപ്പോൾ അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് കാണിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അധികം നേരമൊന്നും വെക്കേണ്ട, ഹൈ ഫ്ലെയിമിൽ വെക്കുക, അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പരുവത്തിന് വറുത്ത് കോരി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാച്ചസ് എല്ലാവരും വറുത്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാവരും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ വെഡ്ജസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇത് ചൂടോടെ കൂടെ കഴിക്കുക, അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും. തണുത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്